വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ അൽബേനിയയിലാണ്. അൽബേനിയയിലെ ഫസ്റ്റ് ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെ UK ഇറങ്ങി. അവിടെ നിന്ന് എത്തിയിട്ട് ഇന്നലെ വെളുപ്പിന് 2 മണിയായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. കാരണം ഞങ്ങൾ ടിറാന എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു കാറൊക്കെ കിട്ടി. അപ്പോൾ കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് നേരെ ഇപ്പം എന്തൊരു സ്ഥലത്തിൻ്റെ പേര് സെറൻഡേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് സൺഡേ മോർണിംഗ്. ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ഞങ്ങൾ എഴുന്നേറ്റ് ഫുൾ ഫ്രഷായി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചുമ്മാ ചെറുതായിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാൽ, കാരണം ഇന്നലെ ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പം ചെറുതായിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, വലിയ ചിലവുള്ള സ്ഥലമൊന്നും അല്ല. അത്യാവശ്യം വലിയ ചിലവൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഇന്നലെ വെളുപ്പിന് നമ്മൾ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ന്യൂകാസിലിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ ട്രെയിൻ കയറി ലണ്ടൻ എത്തി. ലണ്ടനിൽ നിന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ടിറാന എയർപോർട്ട്. പിന്നെ ടിറാന എയർപോർട്ടിൽ എത്തിയപ്പോൾ നമുക്ക് അറിയുന്നൊരു നമ്മുടെ ഫ്രണ്ട്സ് ഇതിന് മുമ്പോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ച് പുള്ളി ഞങ്ങൾക്കൊരു കാർ കൊണ്ടു തന്നു. അപ്പോൾ അവർ റെൻ്റേ കാർ സെറ്റപ്പാണ്. അപ്പോൾ കാറ് കൊണ്ടുവന്നു. അപ്പോൾ കാറിൽ നിന്ന് നേരെ കാറും എടുത്ത് നേരെ ഇങ്ങോട്ട് വിട്ട് വെളുപ്പിന് ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ കാണിക്കാൻ പോകാം. ബ്രോ റെഡി? ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. നോ പ്രോബ്ലം. ഇത് എന്ത് ചെവിയിൽ? അവൾ ഒരുമാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ ഇനിയും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളും ഇതെല്ലാം കാണിച്ചു തരാം. ഇവിടുത്തെ ഡേ 1 ഇൻ അൽബേനിയ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഞങ്ങൾ നിൽക്കുന്ന റൂം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ റൂം ഞാൻ കാണിച്ചു തരാം. നമ്മൾ എപ്പോഴത്തേക്കും റൂം എന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ബീച്ച് റിസോർട്ട് പോലത്തെ ഒരു ഏരിയ ആണ്. അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് തൊട്ട് ഫ്രണ്ടിൽ കടലാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ കാണിച്ചു. റൂം ഇങ്ങനെ തുടങ്ങും. കണ്ടേ, ഇവിടുന്ന് ബെഡൊക്കെ നാണ്ട് കിടക്കുന്നത്. ഈ ബെഡ് ഇതുപോലത്തെ ഒരു ബെഡ് നമുക്ക് കിട്ടും. പിന്നെ AC ഉണ്ട്. പക്ഷേ AC നമ്മൾ ഇട്ടിട്ടൊന്നുമില്ല. വലിയ ആവശ്യം വന്നില്ല നമുക്ക് AC ഒന്നും. കാരണം ഞങ്ങൾ വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വാഷ്റൂം. അപ്പോൾ ഉണ്ട്, അത് നല്ല സെറ്റപ്പും ഉണ്ട്. അത്യാവശ്യമുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് വാഷ്റൂം. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതിനകത്തൊരു ചെറിയ TV യൂണിറ്റ് ഒക്കെ തരും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് കാണുന്ന വ്യൂ ഗൈസ്. ഇതാണ് അന്യായ വ്യൂ. ഇതാണ് രാവിലത്തെ വ്യൂ കേട്ടോ. ഇതൊരു രക്ഷയില്ല. കണ്ടിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. കണ്ട, ഈ വ്യൂ ആണ് ഹെവി. കണ്ട, രാവിലെ കടലും കണ്ടിരിക്കുക. എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇതേപോലത്തെയാണ്. എല്ലാവരും കുറേ ഉണ്ട്. മുകളിലൊക്കെ ബിൽഡിംഗ് ഒക്കെ എന്തോ സോളാർ സെറ്റപ്പ് ഒക്കെ. പുറത്ത് സ്വിച്ച് ഉണ്ട്, പുറത്ത് സ്വിച്ച്. അപ്പോൾ ഇതാണ് വ്യൂ. കണ്ടോ കൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കണ്ടോ, രാവിലെ എണീക്കുമ്പോഴേ കാണാൻ പറ്റുന്ന വ്യൂ ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ചായ എല്ലാം കുടിച്ച് അതെല്ലാം കണ്ടിരിക്കാം. ഇതാണ് കിട്ടിയ കാറ്. വോക്സ്വാഗൻ്റെ ഒരു കാറാണ്. അതിൻ്റെ കീ ആണ്. അപ്പം നമുക്ക് എന്തായാലും പുറത്തോട്ടിറങ്ങാം. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇനി ബാക്കി വിശേഷങ്ങൾ സ്ക്രീനിൽ ഇറങ്ങി. നമ്മളെ റൂമിൻ്റെ താഴെയാണ് ഈ സ്ഥലം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അന്യായ വ്യൂ. ഹായ്, സോ അന്യായ വ്യൂ ആണ്. ഇവിടെ മുന്തിരിങ്ങ തോട്ടവും എല്ലാം സെറ്റപ്പുകൾ ചെയ്തു. പിന്നെ ഹായ് വ്ളോഗിങ്. സോ ഇതാണ് നൈസായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. താങ്ക് യു. സോ അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ നൈസായിട്ട് കണ്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ഒക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടു. ഒരു TV യൂണിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ബാർഡറിയിൽ നിന്ന് വന്ന് ചെറിയൊരു എന്താ പറയുക, ഇതിൻ്റെ ഔട്ട് സൈഡിൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി റിസോർട്ടുകാർ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് സൺബെഡൊക്കെ യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാം. അതാണ് വേറൊരു ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ. വലിയ പ്രൈസ് റൈസോ അങ്ങനൊന്നും ഇല്ല. എല്ലാം ഒരു വലിയ മിനിമം റേറ്റിലാണ് എല്ലാം നടക്കുന്നത്. സോ അടിപൊളിയായിട്ട് ഇപ്പം എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കണ്ട് ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം ബുക്ക് ചെയ്തത് ഇവളാണ്. എനിക്കിതിനെ പറ്റി ഒന്നും വലിയ അറിവില്ലായിരുന്നു. ഇവളിതിനെ പറ്റി എല്ലാം ഗൂഗിൾ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് കോൺടാക്ട്സ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടി. ഗൈസ്, അപ്പോൾ അൽബേനിയയിലോട്ട് ആരും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരാം. എങ്ങനെയായിരിക്കും ഇവിടെ വരേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ,
പിന്നെ എന്താ പറയാ, ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടോ? എനിക്ക് വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ റിസോർട്ടിന് താഴെ തന്നെ, ഇവിടെ തന്നെ കുറച്ച് ദിവസം വേണേൽ നിൽക്കാം. ആ ഒരു രീതിയിലാണ് ഈ ഒരു ഏരിയ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സിറ്റി. വാട്ട് ഈസ് ദിസ്? Any special? Albanian special? Huh? It's coffee. 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 One coffee. Espresso, Americano, cappuccino. What do you want? Tea is right here. Tea? Yeah, tea is fine. Yeah, Fine. 2 tea is fine. Yeah. സോ ഗൈസ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. നൈസ് രക്ഷയില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. കാണുമ്പോൾ തന്നെ ഒരു അന്തസ്സുണ്ട്. ഇവിടുത്തെ എന്താ ഫുഡാണ് ഇത്? വാട്ടർമെലൺ ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. അതെ എന്തായാലും കഴിച്ചു നോക്കട്ടെ. പിന്നെന്താ പറയുക, 2 ടീം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവളാണെങ്കിൽ അവിടെ ഫോട്ടോ അവളവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്തായാലും ഇത് കഴിച്ചു. ന്യൂട്ടലാണ് കേട്ടോ, ന്യൂട്ടലല്ല, വേറെ എന്തോ സംഭവമാണ്. ന്യൂട്ടല പോലത്തെ ഒരു സാധനമാണ്. പിന്നെ വാട്ടർമെലൺ, പിന്നെ ഇത് കുറച്ച് ഫ്രൈ ടൈപ്പാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്? ടേസ്റ്റാണ് സംഭവം കേട്ടോ, അത് ടേസ്റ്റി ഫുഡാണ്. ഇത് ഈ ന്യൂട്ടലൊക്കെ അത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. 2 ടീ ഓർഡർ ചെയ്താണ്. നമ്മൾ ടീ എത്തിയിട്ടുണ്ട്. യാ, താങ്ക് യു. ടീ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം അയച്ചായിട്ടില്ല സംഭവം. ടീ എന്ന് പറഞ്ഞാൽ പച്ച വെള്ളമാണ് അദ്ദേഹം. ഞങ്ങളിനി ഇത് ടീ ആക്കണം. ഇവിടെ വെള്ളം ലിറ്ററലി സ്കൈ ബ്ലൂ കളറാണ്. അതായത് നമുക്ക് ഇവിടുന്ന് വെള്ളത്തിന്റെ അടി കാണാൻ പറ്റും. ലൈക്ക് വെള്ള കളറ് പെബിൾസ് ഒക്കെ കാണാം. പക്ഷെ ഇങ്ങനത്തെ റിസോർട്ടിൽ നിങ്ങൾക്ക് വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ആവും. ഞങ്ങൾക്ക് പെർ ഡേ ഓൾമോസ്റ്റ് 60 പൗണ്ട് ആയിട്ടുണ്ട്. പെർ ഡേ 60 to 70. കാരണം നമ്മളല്ലാതെ ഇങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെ വന്ന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറണമെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കണം. അതിനെക്കാട്ടി നല്ലത് നമ്മൾ എന്തായാലും വരുമല്ലേ, കുറച്ച് കാശ് ഇങ്ങനെ നല്ലൊരു സ്ഥലത്ത് വന്ന് പൊട്ടിക്കുക. വെറുതെ വൃത്തികെട്ട സ്ഥലത്ത് താമസിക്കുന്നതിനെക്കാട്ടി നല്ലത് വന്നിങ്ങനെ നല്ലൊരു സ്ഥലത്ത് താമസിച്ചാൽ നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു അറ്റ്മോസ്ഫിയറും നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്കിങ്ങനെ നല്ലൊരു ഇത് കാണാം. എന്തോരം കാശ് നമ്മൾ വെറുതെ കളയുന്നു. അതെ, നമ്മൾ എന്തോരം കാശ് വെറുതെ കളയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ബുക്ക് ചെയ്താൽ വേർത്താണ് എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം വർഷത്തിൽ ഒരിക്കൽ വരുന്നില്ലേ, നന്നായിട്ട് വന്നിട്ട് പോകും. ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോ ഫസ്റ്റ് പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് ബ്ലൂ ആയാണ്ട് ഇവിടെ ബുക്കിലെല്ലാം എഴുതി വെച്ചാണ് വന്നത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ബ്ലൂ ഐയിലോട്ടാണ്. ഓക്കെ, അങ്ങോട്ടല്ലേ പോകുന്നത്? അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യണം. ഇതാണ് നമ്മൾ റെന്റിനെടുത്ത്. അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങൾ ഇന്നലെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പെട്രോൾ ഡീസലാണ് ഈ വണ്ടി. അപ്പോൾ ഇന്നലെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവ് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് പേര് വണ്ടി റെന്റിനെടുത്തുണ്ട്. ഇഷ്ടം പോലെ. അതെ 50 പൗണ്ടിന് ഇന്നലെ അടിച്ചു. ഓടിച്ചു. പക്ഷെ നൈസായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബാക്കി സ്ഥലങ്ങളും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങളിപ്പോൾ ബ്ലൂ ഐ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ ഇവിടുത്തെ റോഡെല്ലാം കണ്ടു. ഇവിടുത്തെ റോഡെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ റോഡ് പോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. പിന്നെ ഇവിടുത്തെ മറ്റേ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായിലൊക്കെ ഓടിക്കുന്ന പോലെ ആണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കണ്ടോ, നിങ്ങൾ നോക്കിയാൽ മതി. ആ സൈഡിൽ നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് നമ്മളിപ്പോൾ സൈഡിൽ പോകുന്നുണ്ടോ. ഇതൊരുമാതിരി നമ്മുടെ മറ്റേ ഇല്ല ബാംഗ്ലൂരിൽ നിന്ന് നമ്മള് മറ്റേ തിരിച്ച് ബസ് വരത്തില്ല കർണാടകയിൽ നിന്ന്. ഞാൻ കോളേജിൽ നിന്ന് വീട്ടിലോട്ട് മറ്റേ വെക്കേഷന് വരുന്നതൊക്കെ നമ്മള് ബസ് ഇരിക്കത്തില്ല. സേം തൊട്ടി വണ്ടിയൊക്കെ മിസ് ചെയ്ത് വണ്ടിയാ തൊട്ടി. ഇവിടുത്തെ മലയും കുന്നൊക്കെ കുറെ ഉണ്ട് കേട്ടോ. കുറെ മലയും കുന്നുണ്ട്. പിന്നെ എനിക്ക് റോഡൊക്കെ ഇഷ്ടപ്പെട്ടു. വലിയ ഡെവലപ്ഡ് ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു ടിറാന ഇറങ്ങുന്ന പ്ലേസ് മാത്രമേ ഡെവലപ്ഡ് ഉള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനത്തെ ഗ്രാമപ്രദേശങ്ങളാണ്. എല്ലാ പ്ലേസസും ലൈക്ക് ഹിഡൻ ആണ്. അപ്പൊ നമ്മള് കാർ എടുത്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇതിപ്പോ 6 ദിവസത്തേക്ക് ഞങ്ങൾക്ക് 120 യൂറോയെ ആയിട്ടുള്ളൂ. അതായത് 24 യൂറോ പെർ ഡേ. സാധാരണ സീസൺ ആയതുകൊണ്ട് അത്ര ആയത്, അല്ലെങ്കിൽ 15 യൂറോയെ വരത്തുള്ളൂ. ഇതിപ്പോ സീസൺ ആയതുകൊണ്ടാണ് നമുക്ക് 24 ആയത്. പക്ഷെ ചീപ്പാണ്. നമ്മൾ 6 ദിവസം നമ്മൾക്ക് ഈ കാറ് നമ്മൾ പേ ചെയ്തിട്ട് നമുക്ക് പിന്നെ നമ്മളെടുത്ത് നമ്മൾ ഓടിക്കുന്ന കണക്ക് അതൊക്കെ ഭയങ്കര ചീപ്പാണ്. അപ്പൊ കാർ എടുക്കാതെ നമുക്ക് ഇവിടെ ഓരോരോ സ്ഥലം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താ പറയാ, പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നപ്പോൾ. കാരണം നേരത്തെ മറ്റേ നമ്മള് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് ഇതിപ്പോ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ റൂൾസ് ഒന്നും ഇല്ല. സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെ മറ്റേ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓടിക്കണം. കാര്യങ്ങളൊക്കെ റൂൾസ് എല്ലായിടത്തും ഇന്ത്യ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റേ ഭയങ്കര സ്ട്രിക്ട്നെസ് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടൊന്നും ഇല്ല. എനിക്ക് അറിയില്ല, ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ചീപ്പാണ്. അതായത് നമുക്കിപ്പോ ഒരു
എന്താ പറയുക, നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷ് കൊണ്ട് നമുക്കിവിടെ വന്നാൽ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ചീപ്പായിട്ട് എന്താ പറയുക, എല്ലാം കൊണ്ടും സൗകര്യമാണ്, വലിയ പൈസ ആവില്ല. പിന്നെ നമുക്കൊരു ട്രിപ്പും ആവും. ഒരു ഇതൊരു യൂറോപ്യൻ കൺട്രിയാണ്. ഇവര് ഇപ്പൊ ലെക്ക് എന്ന് പറഞ്ഞൊരു കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് യൂറോ ഇവിടെ എടുക്കും. ഞങ്ങൾ ബ്ലൂ ഐയിലോട്ട് പോവാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് നടക്കാനുണ്ട്. എനിക്ക് നമുക്കൊരു ഇലക്ട്രിക് സൈക്കിൾ തരും. അത് ഉപയോഗിച്ച് നമുക്ക് പോവാം. ഇലക്ട്രിക് അത് തന്നെ, മറ്റേ സ്കൂട്ടർ പോലെ സാധനം അത് തരും. അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രെയിൻ വരും. ഈ ട്രെയിനകത്ത് വേണമെങ്കിൽ പോവാം. ട്രെയിനകത്താകുമ്പോൾ ഒരു 300 ലക്ക് ഇവിടുത്തെ, അതാണ് ഇപ്പോഴത്തെ ബില്ല് കിടക്കുന്നത്. അതുകൊണ്ടാണ് ട്രെയിൻ. ഈ ട്രെയിനകത്താണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനകത്ത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇതിനകത്ത് കൊള്ളായിരുന്നല്ലേ ഉണ്ട്. അതിനകത്താണ് ആൾക്കാർ പോകുന്നത്. അപ്പം അത് നൈസ് ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ബ്ലൂ ഐ എന്ന് പറഞ്ഞ ഏരിയ ഇതാണ്. കണ്ടേ, ഇവിടെ കണ്ടോ, ഇങ്ങനെ നല്ല ക്ലീൻ വാട്ടറാണ് ഇവിടുത്തെ ഒരു, കണ്ടോ, നല്ല ബ്ലൂ കളർ വാട്ടർ. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് അടിപൊളി സെറ്റപ്പ് വേറെ കാണാം. ഇപ്പം ഈ ഒരു സംഭവം കണ്ടോ, ഞങ്ങൾ വന്ന സമയത്ത് കണ്ടാണ്. നല്ല ക്ലീൻ ആയിരിക്കും വാട്ടർ, ഒരു രക്ഷയില്ല. നല്ല ക്ലീൻ വാട്ടർ ആണ്. കണ്ട് പോവാം. അങ്ങനെ ഞങ്ങൾ എത്തി, ബ്ലൂ ഹൈയിൽ എത്തിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നല്ലപോലെ നടന്നു. ഒരു പരുവോ, നല്ല വെയിലാണ്. അപ്പം ഇന്ന് ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് ഇപ്പം. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പക്ഷേ ഇവിടെ എത്തി. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ബ്ലൂ ഐ കാണിച്ചു തരാം. എന്താണ് ഈ ബ്ലൂ ഐ എന്ന് പറയുന്നത്? ഇതാണ് സംഭവം. അതെ, ഇങ്ങനെ ഒരു ബ്ലൂ കണ്ണ് പോലെ തോന്നുന്ന പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കണ്ടു പോയാൽ കാണിച്ചു. ഇതാണ് ബ്ലൂ ഐ. എന്നാണ്ട് ഈ ഒരു ഫിനോമിന കണ്ടോ, ഇതാണ് ഈ ബ്ലൂ ഐ എന്ന് പറയുന്നത്. കണ്ടോ, ബ്ലൂ ഐ ഈ ഒരു ഏരിയക്ക് പറഞ്ഞാൽ ബ്ലൂ ഐ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണത്തില്ല ഗൈസ്, മറ്റേ കണ്ണിനകത്ത് ഒരു ബ്ലൂ കളറായി, അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന സംഭവം. പിന്നെ ഇതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളർ ഫിനോമിനാണ് അവിടെ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കണ്ണ് പോലത്തെ സംഭവം തോന്നും, കണ്ണിനകത്തൂടെ വെള്ളം ഇങ്ങനെ വരുന്ന പോലെ. അതിനാണ് അവർ ബ്ലൂ ഐ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ അടിപൊളിയാണ്. കുറച്ച് സീനിക് ബ്യൂട്ടിയൊക്കെ, സീനറി നല്ല സെറ്റാണ്, എല്ലാം നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിവിടെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറയാം അൽബേനിയയിലെ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. നല്ലൊരു എന്താ പറയുക, കുറച്ച് നടക്കാനുണ്ട്, ബട്ട് സ്റ്റിൽ, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനുണ്ട് അതിൽ വരാം, അല്ലെങ്കിൽ നടന്നു വരാം. ബട്ട് സ്റ്റിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണിത്. കുറേ മാഗ്നറ്റ്സും അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 2-3 മാഗ്നറ്റൊക്കെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നുള്ള പ്ലാനാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുക ഏത് വാങ്ങിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതാണ് ബ്ലൂ ഐ. ഈ ഒരു സംഭവമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കേട്ടോ, കുറേ കീ ചെയിൻസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. വന്ന് കാണുവിൻ. ഇവിടെ നൈസായിട്ട് നല്ലൊരു രക്ഷയില്ലാണ്ട നല്ല അടിപൊളിയായിട്ട് ക്ലീൻ വാട്ടറാണ്. കണ്ടോ, അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന നേരം വണ്ടി കയറി. ഫുൾ ടയർഡായിട്ടുണ്ട്, ഫുൾ ടയർഡാണ്. നമ്മൾ തിരിച്ചു വന്ന നേരം വണ്ടി കയറുന്നുണ്ട്. ബസ്സിന് ട്രെയിനകത്ത് കയറിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചീപ്പാണ്. നമുക്കൊരു അത്രേ ആവത്തുള്ളൂ, വലിയ ക്യാഷൊന്നും ആവത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബ്യൂട്രിൻറ്റ് എന്ന് പറഞ്ഞൊരു തിയേറ്ററിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വെച്ചാൽ പണ്ടത്തെ ഒരു തിയേറ്ററാണെന്ന് തോന്നുന്നു. ആർക്കിയോളജിക്കൽ പാർക്കും തിയേറ്ററും സെറ്റപ്പും എല്ലാം ഉള്ളതാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ എന്തോ ഒരു ഷോ ഒക്കെ ചെയ്യാനുള്ള അവിടെ പരിപാടികളൊക്കെ തട്ടിക്കൂട്ടുന്നുണ്ട്. ആണ് തിയേറ്ററിന് ആഘോഷം. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല എന്തോ ഷോയും പരിപാടിയൊക്കെ ഉണ്ട്. എന്തോ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, പക്ഷേ ഫുൾ സെറ്റപ്പാണ്. ഇവിടെ ഇരുന്നിങ്ങനെ ആൾക്കാർ കാണാം. അപ്പോൾ അവരിങ്ങനെ എന്തോ ഷോയും പരിപാടിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഡെക്കറേഷനും ഇന്നെന്തോ ഷോ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നല്ല, ഫുൾ സെറ്റപ്പാണ്. ടീമെല്ലാം എല്ലാം സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വരുന്നതായിരിക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ഇതാണ് ബ്യൂട്രിൻറ്റ് എന്ന് പറഞ്ഞ ഏരിയ.
ഇവിടുത്തെ കൂടുതലും എന്താ പറയുക ആൾക്കാരെല്ലാം വന്ന് കാണുന്നത് ഇത് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് അല്ലേടി? പക്ഷെ എനിക്ക് ക്ലിയർ ചരിത്രം അറിയത്തില്ല ഗൈസ്. ഇവിടെ ഒരുപാട് എക്സ്പാൻഷൻ ഓഫ് ബ്യൂട്രീറ്റ്. ഇതൊരു ചെറിയൊരു എന്താ പറയുക അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ. ഫോട്ടോസിനൊക്കെ പറ്റിയ ഇടം. പണ്ടത്തെ സെറ്റപ്പാണ്. അത് ഇപ്പോഴും ഇങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഫോട്ടോസ് എടുക്കും, പിന്നെ ഇടയ്ക്ക് ഷോസ് ഒക്കെ നടക്കും. നൈസാണ്. പണ്ട് രാജാക്കന്മാരൊക്കെ ബാപ്റ്റിസം ചെയ്ത സ്ഥലമാണ്. മാമോദിസ നടന്ന ഇവിടെയൊക്കെ. അതിന് നടുക്ക് ഒരു തൂണൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പം ജസ്റ്റ് കുറച്ച് ബിൽഡിങ്ങിന്റെ പാർട്സ് മാത്രം. അതെ, എന്തോ അങ്ങനത്തെ എന്തോ സംഭവമാണ്. പക്ഷെ ഇതൊക്കെ കണ്ട എല്ലാം പൊളിഞ്ഞു കിടക്കുവാണ് മൊത്തത്തിൽ. എല്ലാം പൊളിഞ്ഞ് വാങ്ങഞ്ഞ് കിടക്കാണ്. പക്ഷെ അത് ഇപ്പോഴും അത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ആർക്കും കൂടി കയറാനൊന്നും പറ്റത്തില്ല. പക്ഷെ നൈസാണ്, ഒരു വ്യൂ ഉണ്ട്, കണ്ടിരിക്കാം. പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതും അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ആർക്കിയോളജിക്കൽ പാർക്കാണ്. അപ്പം ഞങ്ങൾ അതിനകത്താണ് ഇപ്പോൾ ഉള്ളത്. ബ്യൂട്രീറ്റ് ആർക്കിയോളജിക്കൽ പാർക്കിനകത്താണ് വൈസ് കണ്ടോ. അപ്പോൾ ഞങ്ങൾ ഡേ 1 ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇവിടെ വരുന്ന വഴിക്ക് ചെറിയൊരു കായൽ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് കഴിയുമ്പോൾ റൂമിൽ പോവാണ്. അത് കഴിഞ്ഞൊരു സൺസെറ്റ് ഉണ്ട്, അത് കാണാൻ പോകണം. അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷം പറ്റിക്ക് ഞങ്ങൾ റൂമിലോട്ട് പോകുന്നത്. അപ്പം ഡേ 1 ഞങ്ങൾ ചെയ്ത പരിപാടി ഇതൊക്കെയാണ്. ഞങ്ങൾ ഡേ 1 ഞങ്ങൾ എന്തൊക്കെ ചെയ്തു? ഡേ 1 ബ്ലൂ ഐ വിസിറ്റ് ചെയ്തു. പിന്നെ ബ്യൂട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആർക്കിയോളജിക്കൽ ഇതിനകത്ത് വന്നു. പിന്നെ ഇനി കാസിലുണ്ട്, അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു സൺസെറ്റ് ഉണ്ട്, അതുകൂടെ കാണണം. ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ഇതുവരെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി സെക്കൻഡ് പാർട്ട് ഇനി എന്താ, നാളെ ഞങ്ങൾക്ക് വേറെ കുറച്ച് ബീച്ചസ് ഒക്കെ ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട് നാളെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാക്സിമം ഇതൊക്കെ എല്ലാം കവർ ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത്. ഇത് നല്ലൊരു ഏരിയയാണ്, നല്ലൊരു ഈവനിങ് ഒക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പാണ്. പിന്നെ കുറേ കഥകളും കുറേ എന്താ പറയുക ഇത് മറ്റേ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഗൈസ്, ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ഇതാണ് ദ ഗ്രേറ്റ് ബസിലിക്ക. ഇതൊരു പള്ളിയായിരുന്നു, ഇതൊരു ബസിലിക്കയായിരുന്നു, കത്തീഡ്രൽ ചർച്ച് അങ്ങോട്ടായിരുന്നു. പക്ഷേ മൊത്തത്തിൽ പൊളിഞ്ഞു. പക്ഷേ 6-ാം നൂറ്റാണ്ടിലുള്ള പള്ളിയാട്ടോ, 6-ാം നൂറ്റാണ്ടിലുള്ള പള്ളിയാണ്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ബിൽഡിങ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് മേൾവശം എല്ലാം പോയെങ്കിലും അതിനകത്തുനിന്ന് കയറി നോക്കാം. പാടിനകത്തുനിന്ന് കയറി നോക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ ചുമ്മാ കയറി നോക്കുവാണ്. എല്ലാം പൊളിഞ്ഞു. പക്ഷെ എന്താണ് പള്ളിയാണ് ഇതൊരു പള്ളിയാണ്. അതുകൊണ്ട് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിൽ പണിഞ്ഞ പള്ളിയാണ്. എന്ത് വെച്ചുണ്ടാക്കിയത്? കട്ട വെച്ചുണ്ടാക്കി പണിഞ്ഞ കാര്യം പറയത്തില്ല. എന്തോ കട്ടക്കകത്ത് എന്തോ പശ ഇട്ടിട്ട് എന്തോ വരാലിനെ പിടിച്ചിട്ടിട്ട് അതിന്റെയോ അതങ്ങാണ്ട് എന്തോ പിടിച്ചിട്ട് അതിന്റെ പശ അത് പൊന്നിൽ തൂക്കുമല്ലോ. എനിക്കറിയില്ല. ഇതെന്തോ ഇത് കട്ടയാണ്. പക്ഷെ ഇത് കല്ലാണ്. കല്ലും കട്ട, ഇതെന്തോ ഈ മിക്സ്ചർ കല്ലും കട്ട അങ്ങനെ ഒരു ഫോമിലാണ്. പക്ഷെ അത് കൊള്ളാം. പക്ഷെ അത് എത്ര വർഷം എന്നറിയോ. അവിടെ പോയതിനു ശേഷം തിരിച്ച് വരുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല റെസ്റ്റോറൻറ്റ് പേര് പ്രാപ്സ് ഗ്രിൽ സ്റ്റേഷൻ ആണിത്. അവിടെ കുറച്ച് ഗ്രില്ല് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗ്രില്ലും കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ ഒരു കാസിൽ വരെ പോകാനാണ് പ്ലാൻ. അപ്പം കാസിലിൽ പോയിട്ട് സൺസെറ്റ് കാണണം. അപ്പോൾ അതാണ് ഈ നെക്സ്റ്റ് പ്ലാൻ. ഓക്കെ, ഞങ്ങൾ ഫസ്റ്റ് ഒരു സോഡയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ലെമൺ സോഡയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടിരിക്കുന്നു. കുറേ നാളിന് ശേഷം വെയിൽ കൊണ്ടപ്പോഴത്തേക്ക് തളർന്ന്. കാരണം ഇവിടെ നല്ല ചൂടാണ്, നല്ല UK പോലെ അല്ലേ. കുറേ നാളിന് ശേഷം വെയിൽ കൊണ്ടുന്നതുകൊണ്ട് ഒരു സീനുണ്ട് അല്ലേ. ഇവിടെ അവിടെ ഇല്ലായിരുന്നു. ബ്ലൂ വൈൽ പോയി നല്ല വെയിലത്താണ് പോയത്. നമ്മൾ ഉച്ചയ്ക്കാണ് പോയത്. അവിടെ പോയപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല വെയിലടിച്ചിട്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട് അശോകന് വെയിലടിച്ചിട്ട്. ഇതാണ് ഒരു റെസ്റ്റോറൻറ്റ് വൈബ് കണ്ടു. റെസ്റ്റോറൻറ്റ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന സൺസെറ്റും കണ്ട് ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കാം. ഇതാണ് ഇവിടുത്തെ വൈബ്. നൈസാണ്. അൽബേനിയയുടെ നൈസാണ്. ഇപ്പം അൽബേനിയയുടെ ഫസ്റ്റ് ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ വ്ളോഗ് ഓൾമോസ്റ്റ് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഞങ്ങൾ ഇന്ന് ഒരുപാട് കറങ്ങി, ഒരു 3 സ്ഥലത്ത് പോയുള്ള. പക്ഷെ അപ്പോഴത്തേക്കും രാത്രിയായി. പിന്നെ ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു കാസിലാണ്. ആ കാസിലിൻ്റെ പേരെന്താ? എന്തോ ഒരു കാസിൽ പോകുന്നുണ്ട്. ഇതാണ് ആ കാസിൽ. അപ്പോൾ ഒരു കാസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ എത്തിക്കാൻ ലാസ്റ്റ് ഒരു കാസിൽ എത്തിയേക്കാണ്. അപ്പം നൈസായിട്ട് ഇനി ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ സൺസെറ്റൊക്കെ കാണാം. ഞങ്ങളൊരു സൺസെറ്റൊക്കെ കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാനുണ്ടാവും.
ഇവിടെ ഇരുന്നിട്ട് കപ്പിൾസ് ഒക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അവിടെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ നമ്മൾ നൈസായിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇനി വരുന്നവർക്ക് അതൊരു എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കാരണം നമ്മളിവിടെ ഫുഡ് കഴിക്കാതെ നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇവിടെ സൺസെറ്റ് ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ഇവിടെ അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അൽബേനിയയുടെ വിശേഷങ്ങളുമായി ഇനിയും അടുത്ത ബ്ലോഗ് വീണ്ടും വരുന്നതായിരിക്കും. അതെ അതെ, ടയർഡായി. കുറേ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. കാരണം നമ്മുടെ ബിക്കോസ് ഓഫ് ദ ടൈം. നാളെ മൊത്തം ബീച്ച് എനിക്ക് നാളെ കവർ ചെയ്യാൻ പോകും. നാളെ ഇവിടുത്തെ ബീച്ചൊക്കെ ഒന്ന് ഫുള്ള് കവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് കാണിച്ചു തരാം. അത് എന്തോ അത് കഴിഞ്ഞ് ബീച്ച് കഴിഞ്ഞാൽ എന്താണ് എയർപോർട്ടിന് അടുത്ത്. പിന്നെ ഞങ്ങള് വില്ലേജ് സിറ്റീസ് പോലെ കുഞ്ഞു കുഞ്ഞു അത് കാണാൻ ജസ്റ്റ് കണ്ടിട്ട് വരാന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലും ഇവിടാണ്, ഈ ഏരിയയിലാണ് കൂടുതലുള്ളത്. ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ നമുക്കിന്ന് പോയിട്ട് കണ്ടതിൽ ബ്ലൂ ഐ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. ആ സ്ഥലം ഭയങ്കര രസമാണ്. നടന്നു കുറെ എത്തണമെങ്കിലും പക്ഷെ അത് ആ സ്ഥലം ഭയങ്കര നല്ലതായിരുന്നു. ബ്ലൂ ഐ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ആർക്കിയോളജിക്കൽ പാർക്കിൽ പോയി, ലൈക്ക് വിട്രീനി എന്തോ അങ്ങനത്തെ പറഞ്ഞൊരു പേര്. പക്ഷെ അത് വെറുതെ അല്ല, ആർക്കിയോളജി ഭയങ്കര ഇഷ്ടമാകുന്നവർക്ക് പോയി കാണാം. പക്ഷെ ജസ്റ്റ് മണി വേസ്റ്റ് ആണ്. ചുമ്മാ പോയി കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. 3 കെട്ടിടം പൊളിഞ്ഞ് നടക്കുന്നു. ജസ്റ്റ് പോയി ഫോട്ടോസ് എടുക്കാനുള്ളതല്ലാണ്. പക്ഷെ ഇവിടെ ഈ കാസ്റ്റിൽ നല്ല വൈബാണ്. ഇവിടെ അത്യാവശ്യം നല്ല മ്യൂസിക്കും പാട്ടും സെറ്റപ്പും ഒക്കെ ആയിട്ട് നല്ല വൈബാണ്. അപ്പൊ നാളെ പുതിയ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും പീസ്.